അങ്ങനെ മാങ്ങ കിട്ടി. ഞങ്ങൾ കോഴികളൊന്നും വിട്ടിട്ടില്ല കേട്ടോ, ഭയങ്കര വില്ല. ഇതാ കണ്ടോ കൈ പൊള്ളിയത്, നിരത്തി കല്ലൊക്കെ ഇട്ട് നല്ല പതിച്ച് വെച്ചാണ്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതിങ്ങനെ കാണുമ്പോൾ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇപ്പോൾ ഒത്തിരി നാളായില്ലേ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വലിയ വിശേഷമൊന്നുമല്ല, കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിശേഷം കാണാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ചെറിയൊരു അടുക്കളത്തോട്ടം കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. രാവിലെ തന്നെ ഇതിങ്ങനെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. ഇത് വല്യേട്ടൻ നട്ട ചീരയാണ് കേട്ടോ. വല്യേട്ടന് തൈ കൊടുന്നിട്ട് ഞാനിവിടെ ആദ്യം പയർ നട്ട ചാക്ക് തന്നെ ചീരേൻ്റെ തൈ നട്ടതാ. ചീരയൊക്കെ എത്ര വലുപ്പമായി, നല്ല രസമല്ലേ കാണാൻ. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്താണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ആദ്യത്തെ വിശേഷം തന്നെ നല്ല വിശേഷമാവട്ടെ. അതിൻ്റെ ഇടയിൽ ഇതാ കണ്ടോ, എൻ്റെ ഒരു കറ്റാർ വാഴയുണ്ട്. പിന്നെ ഇതാ ബീൻസിൻ്റെ തൈയാണ് കേട്ടോ. ഇത് ഞാൻ നട്ടതാണ്. ഉണ്ടാവുമെന്ന് അറിയില്ല, ബീൻസ് ഇതുവരെ ഞാൻ നട്ട് നോക്കിയിട്ടില്ല, ഉണ്ടാവുമെന്ന് അറിയില്ല. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ ചീര ഇങ്ങനെ തഴച്ച് വളർന്നിങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല രസമല്ലേ. ചീര എന്നല്ല, പച്ചക്കറികളാണെങ്കിലും ചെടികളാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതിങ്ങനെ കാണുമ്പോൾ. പക്ഷെ കളറ് കുറവാണല്ലേ ചീരയ്ക്ക്. ഓരോ തൈയും ഓരോ മാറ്റം ഉണ്ടാവുമല്ലോ. ചീരകൾ തന്നെ പലതരം ചീരയല്ലേ, സുന്ദരി ചീര, പാൽച്ചീര, പച്ചച്ചീര, വിളാത്താങ്കര ചീര, പിന്നെ റെഡ് ലേഡിയോ, അങ്ങനെ ഒരുപാട് ചീരകളുണ്ടല്ലോ. ഇത് വിളാത്താങ്കര ചീരക്ക തോന്നുന്നു നല്ല കളറിൽ. അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്താണ് കേട്ടോ. എല്ലാവർക്കും പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിലും ഇപ്പോൾ ചീര ഉണ്ട്. വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ഹൈഡ്രാഞ്ചിയ പൂവ്. ഇത് ഞാനൊരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പുതിയ പൂവാണ് കേട്ടോ. ആദ്യം വിരിഞ്ഞ പൂതാ ഇതാണ്. ഇത് കളറ് മാറിയത് കണ്ടോ. ഇപ്പോൾ ഇതാ ഒരു ചെടി തന്നെ നിറയെ പൂക്കൾ, കൊലകൊലയായിട്ട് പൂക്കൾ കണ്ടോ. ഇതാദ്യം വിരിഞ്ഞ പൂവ്, അത് കളർ മാറി കൊഴിയാൻ തുടങ്ങി. ഇത് രണ്ടാമത് വിരിഞ്ഞ പൂവ്, ഇത് മൂന്നാമത് വിരിഞ്ഞ പൂവ്. അപ്പോൾ ഒരു ചെടിയുമെന്ന് തന്നെ കൊലകൊലയായിട്ട് പൂക്കൾ. ഇത് പൂവിൻ്റെ ഭാരം കൊണ്ട്, പൂക്കുലേൻ്റെ ഭാരം കൊണ്ട് ഇതാ ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ടോ. നല്ല രസമല്ലേ കാണാൻ. അടുത്ത വിശേഷം എന്ന് പറഞ്ഞതാ, ഞങ്ങൾ ഈ വഴിയില്ലേ നേരെ റോഡിലേക്കുള്ള വഴി, അതിങ്ങനെ വെള്ളം പോയിട്ട് മഴവെള്ളം കുത്തി വെച്ചിട്ട് ചാല് പോലെയായിരുന്നു. ഇപ്പോൾ അതാ അതൊക്കെ വലിയേട്ടൻ്റെ മണ്ണും കല്ലൊക്കെ ഇട്ട് നികത്തി നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഇപ്പോൾ നമ്മുടെ ചങ്ങാതിക്ക് ബൈക്കും കൊണ്ട് ഉഷാറായിട്ട് പോകാം. ഈ ഒരു ഭാഗത്ത് മാത്രമേ ചെടിയുള്ളൂ. ഇനി ഇപ്പുറം ഭാഗത്ത് ചെമ്പരത്തി ഇങ്ങനെ നട്ട് കൊടുക്കണം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഈ റോഡ് സൈഡിൽ അമ്മ നട്ടൊരു ചെമ്പരത്തിൻ്റെ ഇതാ കണ്ടോ, കല്ലൊക്കെ ഇട്ട് നല്ല പതിച്ച് വെച്ചാണ്. ഇതാ റോഡ്, ഇതാ ചെമ്പരത്തി ഇത് ഞാൻ നട്ട ചെമ്പരത്തി. എൻ്റെ അമ്മേ ഇവിടെ പോയി ഇതിന്മേലൊരു പൂവുണ്ട്. ഇതാ കണ്ടോ. ഈ സൈഡ് കൂടെ ഒക്കെ ചെമ്പരത്തി കുത്തി കൊടുക്കണം. അങ്ങനെ ഈ സൈഡിലൂടെ അങ്ങനെ ചെമ്പരത്തി നട്ട് കൊടുക്കണം. ഈ സൈഡിലൂടെ അധികം ഉയരമില്ലാത്ത കുഞ്ഞു കുഞ്ഞു ചെടികൾ നടണം. ഇങ്ങനത്തെ കുഞ്ഞു ലില്ലിപ്പൂ പോലത്തെ, ഈ കുറ്റിച്ചെടി പോലത്തെ ഇങ്ങനത്തെ ഒന്ന് നട്ട് കൊടുക്കണം ഇനി മഴക്കാലത്ത്. അങ്ങനെ ഓരോ വിശേഷങ്ങൾ കണ്ടില്ലേ. ഇനി അടുത്ത കുറച്ചൊരു ഡേഞ്ചറായിട്ടുള്ള ചെറിയൊരു വിശേഷം. എൻ്റെ കൈ ഒന്ന് പൊള്ളിപ്പോയി. കണ്ടോ കൈ പൊള്ളിയത്. അത് സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ, സ്റ്റീൽ പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റീലിൻ്റെ തട്ട്, ചോറ് വാർത്തിടാൻ വേണ്ടി. അപ്പോൾ അത് അതിൻ്റെ വക്ക് കയ്യിൽ തട്ടിയിട്ട് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പൊള്ള പോലെ കുമിളിച്ച് വന്നാണ്ടോ. ആദ്യം കുഴപ്പമില്ലായിരുന്നു, പിറ്റേന്ന് നല്ല വേദനയും പുകച്ചിലൊക്കെ ആയിട്ട്. ഇതാണ് ദുരന്ത വിഷയം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 3 വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ 3 ഇഡ്ഡലിയും ചായയൊക്കെ തട്ടിയിട്ട്
ഞാൻ ഇതാ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മാങ്ങ ഇട്ട് മീൻ കറി വെക്കണം. അപ്പോൾ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മാങ്ങ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പറിക്കട്ടെ. അപ്പോൾ നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം. ഒരു ഭംഗിയുള്ളൊരു കിളി, എൻ്റെ പേരൊന്നും അറിയില്ല. അതിപ്പോൾ പാറിപ്പോവും. മയിൽ വർണ്ണല്ല കിളിയാണ്, മയിൽ വർണ്ണം. പാറിപ്പോകാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ കോഴികളെയൊന്നും വിട്ടിട്ടില്ല കേട്ടോ. ഭയങ്കര വില്ലന്മാരാണ്. അതുകൊണ്ട് കോഴികളെയൊന്നും ഇപ്പോൾ വിടാറില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം വിടാറുള്ളൂ. അപ്പോൾ ഇതാണ് മാങ്ങ. മാങ്ങ ഇതല്ല, ഇത് ഓർക്കാപ്പുളിയാണ്. ഇതാണ് മാങ്ങ. ഇതാ കുഞ്ഞു മാവാണ്. ഇത് ഇങ്ങനെ പോയിട്ട് ഇതാ മാങ്ങ ഞങ്ങളുടെ അത്യാവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവിടെ ഇതാ വലിയൊരു മാവുണ്ട് കേട്ടോ. ആ മാവുമ്പോൾ മാങ്ങ ഉണ്ട്, പക്ഷെ ആ മാങ്ങ കിട്ടൂല, പറിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മാങ്ങ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം ഉയരമൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു മാവാണ് കേട്ടോ. പക്ഷേ ഈ മാവ് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം എന്താ, വീടിൻ്റെ ബാക്കിലുള്ള ഷെഡിന് ചാരിയിട്ടാണ് ഈ മാവ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഷെഡുമ്മൽ ഇങ്ങനെ തട്ടിയിട്ട് ഇതിങ്ങനെ ഒരു കരകരാറിന് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പറയും ഇവരെല്ലാവരും മുറിക്കണം എന്ന്. അപ്പോൾ ഇതുവരെ മാവ് പൂത്തിട്ടില്ലായിരുന്നു. പക്ഷേ അത് മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതാ ഇപ്രാവശ്യം മാവ് പൂത്തിട്ട് നിറയെ മാങ്ങയുണ്ട്. ഇപ്പോൾ ഞാൻ മാങ്ങ പറിക്കാൻ എടുത്ത തോട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പിന്നെ മാങ്ങ പറിക്കാൻ ഉണ്ടാക്കിയിരുന്ന തോട്ടിയാണ് കേട്ടോ. അതിൽ ഒരു നീളല്ല വടിയുമേ ചാക്കൊക്കെ കെട്ടി റെഡിയാക്കി, അതുപോലെ ഒരു കത്തിയുണ്ട്. അപ്പോൾ അത് പിന്നെ കേടുവരാതെ എടുത്ത് വെച്ചതായിരുന്നു. ചാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തോട്ടി എന്ന് പറയും, ഇവർ ഇവിടെ ഇതിനെ കൊക്കാന്നാണ് പറയുക. തോട്ടി പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കും. അമ്മേ, ഒരു മാങ്ങ മതിയാ? രണ്ടെണ്ണോ? കൊക്കല്ല പറിക്കാൻ അറിയും. ഓരോ ഭാഷേൻ്റെ വ്യത്യാസം കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ ഒരു മാങ്ങ ഞാൻ പറിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു മാങ്ങയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അടുത്ത മാങ്ങയും കൂടി പറിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാങ്ങ കിട്ടി. ഇതാണ് ഒളോർ മാങ്ങ. ഈ മാങ്ങക്ക് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഒളോർ മാങ്ങ. ഈ മാങ്ങ ഇട്ട് അയിലക്കറി വെക്കണം ഇന്ന്. കോഴിയാളെ എപ്പോഴൊന്നും വിടൂല. അമ്മേ, എൻ്റെ അച്ചോ, ഇതൊക്കെ ആശാരീൻ്റെ മരമാണ് കേട്ടോ. കോഴിക്കൂട് ഉണ്ടാക്കാനും അതിനൊക്കെ. അങ്ങനെ മാങ്ങ ഇട്ട് അയിലക്കറി വെക്കുകയാണ് കേട്ടോ. ഇവിടെ അധികവും മാങ്ങ ഇട്ട് തന്നെ കേട്ടോ കറി വെക്കാറ്. മാങ്ങ ഇട്ട് മീൻ കറി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു മാങ്ങ പോരെ, 2 മാങ്ങ എടുത്തോ, നല്ല പുളി ഉണ്ടായിക്കോട്ടെ. പിന്നെ മീനും കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ 2 മാങ്ങയൊക്കെ ചെത്തി കഷ്ണാക്കി അയിലയിലിട്ടിട്ട് മാങ്ങയും മീനും കൂടെ ചട്ടിയിലിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് അത്രേ വേണ്ടൂ. എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. എന്നിട്ട് നാളികേരം അരച്ചൊഴിക്കുക. കടുക് ഉലുവയൊക്കെ വറുത്തിടുക. ഇതാണ് മാങ്ങയിട്ട മീൻ കറി. വെളുത്തുള്ളി മീൻ കറിയിൽ ഉപയോഗിക്കാറില്ല, മല്ലി ഉപയോഗിക്കാറില്ല. മുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുക. ശരിക്കും ഒരു മുളകിട്ട കറി തന്നെ, അതായത് നാളികേരം അരച്ചൊരു മുളകിട്ട കറി അങ്ങനെ പറയാം. അങ്ങനെ ഇതാ മീനൊക്കെ ഞാൻ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. കറിവേപ്പില അല്ലെങ്കിൽ മീൻ കറി രസമല്ല, ടേസ്റ്റ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മീൻ കറി വയ്ക്കുകയാണെങ്കിലും ചിക്കൻ കറി വയ്ക്കുകയാണെങ്കിലും സാമ്പാർ വയ്ക്കുകയാണെങ്കിലും അതിൽ കറിവേപ്പില ഇത്തിരിയെങ്കിലും ഇടാഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ? ഇവിടെയാണെങ്കിൽ കറിവേപ്പിലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്.
അങ്ങനെ മീനും മാങ്ങയൊക്കെ വെന്തു. ഇതാ നാളികേരം അരച്ചത് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടാണ് വറുത്തിട്ടാൽ മീൻകറി സെറ്റായി. അപ്പോൾ മീൻകറി വെക്കാനൊരു പണിയില്ലാന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ മീൻകറിയൊക്കെ അടുപ്പത്ത് നിന്ന് സെറ്റാകുമ്പോഴേക്കും ഇതാ ഞാൻ തോരൻ വെക്കാനിതാ നമ്മുടെ ട്യൂബ്ലൈറ്റ് ഇല്ലേ, ട്യൂബ്ലൈറ്റ് അതായത് വാഴക്കാമ്പ്, അത് കുനുകുനേ അരിയാൻ വേണ്ടി ഇതാ വട്ടത്തിന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് കുനുകുനേ അരിഞ്ഞിട്ട് മുതിര ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തോരൻ വെക്കുന്നത്. അങ്ങനെ എൻ്റെ മീൻകറി സെറ്റായേ. ഉലുവയും കടുകൊക്കെ വറുത്തിട്ടിട്ട് കറി സെറ്റാക്കി വെച്ചു. അങ്ങനെ എൻ്റെ മീൻകറിയൊക്കെ റെഡിയായി. ഇതാ വാഴക്കാമ്പ് ഇതാ കുനുകുനേ അരിഞ്ഞിട്ട് കടുക് വറുത്തതാണ് കേട്ടോ. ഞാൻ കടുക് വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂട്ടിയിട്ടാണ് വറുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിയിട്ട് പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതിലേക്ക് കുനുകുനേ അരിഞ്ഞ് ഇങ്ങനത്തെ കാമ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. ഒരു പകുതി വേവാകുമ്പോൾ നാളികേരം ചതച്ചതും കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുതിരയും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നായി ഇളക്കി നമ്മൾ തട്ടിപ്പൊത്തി വേവിക്കുക എന്ന് പറഞ്ഞല്ലേ, അതേപോലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായിട്ടോ. ഇങ്ങനെ വാഴേൻ്റെ ഉണ്ണിക്കാമ്പ് മുതിരയോ ചെറുപയറോ വൻപയറൊക്കെ ഇട്ട് തോരൻ വെച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ എൻ്റെ ഉച്ചഭക്ഷണമൊക്കെ റെഡിയായി. അതിനിടയ്ക്ക് എനിക്കൊരു നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.